അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. എന്ത് പെട്ടെന്ന് ന്യൂ ഇയറിൻ്റെ ആ ഒരു ദിവസം തീർന്നെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇന്നലെ ഇതേപോലെ ഇരുന്ന് ഇതേ പൊസിഷനിൽ വീഡിയോ ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. ഇപ്പോൾ അതാ ഇന്നും ആയിരിക്കുന്നു. അതായത് 1-ാം തീയതി മാറി ഇപ്പോൾ 2-ാം തീയതി ആയിരിക്കുന്നു. ഇന്ന് ടോട്ടൽ എത്ര ഏൺ ചെയ്തതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഒരു കോമഡി നടന്നു. ഞാൻ രാവിലെ ഉറങ്ങിപ്പോയി. എല്ലാവരും ന്യൂ ഇയറിന് ഈ പറയുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ന്യൂ ഇയറിൻ്റെ അന്ന് നടപ്പിലാക്കാതെ അന്ന് തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അത് കാരണം എനിക്ക് വലിയൊരു പണി കിട്ടി. എനിക്ക് 3 ജിഗ് ഇൻകംപ്ലീറ്റ് ആയി. 3 ജിഗ്, അതായത് ഇന്ന് രാവിലെ 7 to 8, 8 to 9, 9 to 10 ഈ 3 ജിഗ് എനിക്ക് ഇൻകംപ്ലീറ്റ് ആയി. ലോഗിൻ ചെയ്യാനേ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ 3 ജിഗ് ഇൻകംപ്ലീറ്റ് ആയപ്പോൾ എൻ്റെ ഇന്നത്തെ ഇൻസെൻറ്റീവ് എല്ലാം പോയി കിട്ടി. അപ്പോൾ ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ലല്ലോ രാത്രി 12 മണി വരെ. അതുകൊണ്ട് പിന്നെ എനിക്ക് 11 AM 12 PM തൊട്ട് 2 PM ഇത് സ്റ്റാർ ഉണ്ട്. അപ്പോൾ സ്റ്റാർ എനിക്ക് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ചുമ്മാ ഓണാക്കി വെച്ചിട്ടിരുന്നു. ഓർഡർ അടിക്കണമെങ്കിൽ മാത്രം ഞാൻ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഭാഗ്യത്തിന് ഒരു ഓർഡറും എനിക്ക് അടിച്ചിട്ടില്ല. പിന്നെ 2 മണി തൊട്ട് 3, 5 തൊട്ട് 6 ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം എനിക്ക് ഈവനിങ് ഡിന്നർ എടുക്കാൻ രാത്രി 10 തൊട്ട് 11 ഞാൻ ക്യാൻസൽ ചെയ്തത്. എനിക്ക് ഡിന്നറിൻ്റെ മാത്രം മതി എന്ന് വെച്ചിട്ട് ഞാൻ ഡിന്നർ മാത്രമാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് എറൗണ്ട് 6 ട്രിപ്പ് 6 ഓർഡർ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് 668 രൂപ കിട്ടി. അത് ലാഭം തന്നെയാണ്. സോ ബാക്കിയുള്ള ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലാഭം തന്നെയാണ്. ഞാൻ രാവിലെ മുതൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് മേ ബി ഈ ഒരു ഓർഡർ കിട്ടിയാനെ. അതായത് ഈ ഒരു ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. എനിക്ക് നഷ്ടമായ ഓർഡർ ഇതാണ്. സോ 13 എടുത്താൽ തന്നെ 500 രൂപ ഉണ്ടായിരുന്നു. സോ ഞാനത് വിചാരിച്ചിരുന്നതാണ്. എനിക്ക് ഈ ഫുള്ളൊന്നും അടിക്കാൻ താല്പര്യമില്ലെങ്കിലും 13-ന് 500. അപ്പോൾ 13 ഓർഡറിന് എങ്ങനെ വേണമെങ്കിലും 500 രൂപയ്ക്ക് മുകളിൽ കയറും. എങ്ങനെ വേണമെങ്കിലും ഒരു 600 രൂപയെങ്കിലും മിനിമം 13 ഓർഡറിന് കിട്ടും. പിന്നെ 500 രൂപ 1100, 1200 രൂപ ആ റേഞ്ച് നമുക്ക് വീക്കിലി 2500 രൂപയെങ്കിലും മിനിമം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അത് കാരണം ജിഗും പോയി. പക്ഷേ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആ സമയം വേറെ കുറേ ആൾക്കാരായിരുന്നേ ഡിപ്രസ്ഡ് ആയതിനെ. ഞാൻ ആ സമയം തന്നെ നോക്കിയിരുന്നിട്ട് ഡിന്നർ ഓഫറും ഉണ്ടായിരുന്നു, ലഞ്ച് ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ ഡിന്നറിലിറങ്ങി. സോ ഡിന്നറിലിറങ്ങി ആ ടാർഗറ്റ് അടിച്ചു. ഇത് ഇന്നലത്തെ ടാർഗറ്റാണ്. നമുക്ക് ആ വ്യൂ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 760 രൂപ എക്സ്ട്രാ വൈകുന്നേരം കൊണ്ട് മാത്രം ഏൺ ചെയ്തു ഇന്നലെ. സോ 31-ാം തീയതി. അത് എനിക്ക് എന്തായാലും വലിയൊരു കാര്യമായിട്ട് തോന്നി. നമുക്ക് കറക്റ്റ് 2 ദിവസം കൊണ്ട് 2109. അപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് 2109 ചെയ്തു. ഇനി 2-ാം തീയതി ഞാൻ ഇറങ്ങുന്നില്ല. ഇനി 3, 4, 5 എല്ലാം ഇറങ്ങുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഉള്ളത് പാർട്ട് ടൈം കാർഡാണ്. ഈ പാർട്ട് ടൈം കാർഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം പാർട്ട് ടൈം കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഓടിയാൽ മതി, ഫുള്ള് കിടന്ന് മരിച്ച് ഓടണ്ട. കാരണം ഇപ്പം നാളെ ഏകദേശം 13 ഓർഡറിന് 200 ഉണ്ട്, 22 ഓർഡറിന് 365 ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഇനി അതേ റേഞ്ച് ആയിരിക്കും വരുന്നത്. പിന്നെ പാർട്ട് ടൈം കാർഡിൽ മാത്രമാണ് ഈ പറയുന്ന ഡിന്നറും ലഞ്ചും ഒക്കെ ഉള്ളത്. നമ്മുടെ ഫുൾ ടൈം കാർഡിൽ അതൊന്നും ഇല്ല. അപ്പോൾ അതെന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി അടുത്ത ആഴ്ച ഇവർ ചിലപ്പോൾ എന്നെ പിടിച്ച് ഫുൾ ടൈം ഇടും. അപ്പോൾ നമുക്ക് ഫുൾ ടൈമായിട്ട് ഓടാം. ഇപ്പം എന്തായാലും ഞാൻ പാർട്ട് ടൈമായിട്ട് ഓടി. പിന്നെ ഞാൻ വൈകുന്നേരം മാത്രം ഓടിയോണ്ടാണ് ബാക്കി ഡെലിവറി വീഡിയോസൊന്നും ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ലാസ്റ്റ് വന്നൊരു സമ്മറി പോലെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.